بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങളെ അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടുന്നത് ദൈനംദിനം നമ്മളെ സംഗമിക്കുന്ന ഈ ക്ലാസ്സുകളൊക്കെ അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിതം നന്നാക്കി എടുക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ റജബ് മാസം ഏകദേശം പകുതി ആയി കഴിഞ്ഞു. ഇനി കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ റജബിലുള്ളത്. റജബ് ഉസ്താദ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ഷഹ്റുള്ളയാണ്, അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ മാസമായതുകൊണ്ട് അതിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? കൂടുതലായിട്ട് അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ദുആ ചെയ്ത് കൂടുതലായിട്ട് അടുക്കണം. അതിന്റെ അർത്ഥം ദോഷം ചെയ്തുകൊണ്ട് പൊറുക്കലിനെ ചോദിക്കുക എന്നൊരു വശമുണ്ട്. ദോഷം ചെയ്യാത്തവരാണ് എങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് ചോദിക്കണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ഈ അസ്തഗ്ഫിറുല്ലാഹ് ധാരാളം പറയുമ്പോൾ ഈ പറയുന്ന മനുഷ്യന്റെ മനസ്സ് നന്നായി കിട്ടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡെയിലി 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതിന്റെ സംഭവം എന്താ? നബി തങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യൂല. അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയം അല്ലാഹുവിലേക്ക് ധാരാളമായിട്ട് അടുക്കാൻ വേണ്ടി കഴിയണം. ഹദ്ദാദിൽ കാണാലോ, ഹദ്ദാദിൽ 2 ദിക്റാണ് കൂടുതലായിട്ട് നമ്മൾ ചെല്ലുന്നത്, ബാക്കിയുള്ളതൊക്കെ 3 ആണ്. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം എന്നുള്ളത് 7 തവണ ചൊല്ലുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ എന്നുള്ളത് 4 പ്രാവശ്യവും ചൊല്ലുന്നുണ്ട്. നമ്മൾ ഡെയിലി ചെല്ലുന്നതാണ്. മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ 4 എണ്ണം പറയൽ കൊണ്ട് 8 എണ്ണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവേ, എന്റെ ദോഷം നീ പുറത്തു തരണേ. വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, എന്റെ ദോഷത്തിൽ നിന്ന് നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് വീണ്ടും പറയാൻ. അപ്പൊ ഒരേ പദത്തിൽ 2 തവണ ആവർത്തിച്ച് ഹദ്ദാദിൽ മാത്രം നമ്മൾ ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി 8 തവണ ഒരു ഹദ്ദാദിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ദോഷത്തിന്റെ കാഠിന്യം 8 തവണ കൊണ്ടൊന്നും നമ്മൾ ചോദിച്ചാൽ നിൽക്കൂല. നമ്മൾ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു തആല നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ നമുക്കും നമ്മളുടെ മാതാപിതാക്കള്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവര് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ ഇന്നല്ലെങ്കിൽ നാളെ കഴിയാനുള്ളതാണ്. ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ദുനിയാവിനെ 3 വിധത്തിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ദുനിയാവിന്റെ ദിവസങ്ങളെ 3 രൂപത്തിലാണ് മഹാനവറുകൾ കൊണ്ടുവരുന്നത്. അദ്ദുനിയ സലാസത്തു അയ്യാമിൻ ഇമ്മാ അംസി ഫഖദ് ദഹബ ബിമാ ഫീഹി വഇമ്മാ ഗദൻ ഫലഅല്ലക ലാ തുദ്രികുഹു വൽയൗമു ഫഅമൽ ഫീഹി. ഇന്നലെ നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ദിവസം കഴിഞ്ഞു പോയി. ഇന്നലെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. ഇനി നാളെ ഒരു ദിവസം എനിക്ക് വരാനുണ്ട്. അത് ഒരു പക്ഷേ വന്നേക്കാം, വരുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ നാളത്തെ ദിവസം അങ്ങനെയാണ്, അതും നമുക്ക് യാതൊരു ഉറപ്പുമില്ല കിട്ടുന്നത്. പിന്നെ വല്യോ ഇന്നത്തെ ദിവസം ഫഅമൽ ഫീഹി, മോനെ നിനക്ക് എന്തൊക്കെയാണോ ഖൈറായ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ കഴിയുന്നത് അത് ധാരാളമായിട്ട് ചെയ്തോ. അപ്പൊ നടപ്പ് വർത്തമാന കാലത്തിലുള്ള ഈ സമയം അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞത് നമ്മുടെ തെറ്റുകളെ കൊണ്ടും നമ്മൾ കുറെ നന്മകൾ ചെയ്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞു പോയി. കഴിഞ്ഞത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഭാവി എനിക്ക് കിട്ടുമോ എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. പിന്നെ ഇപ്പൊ എന്താ ഒന്നുള്ളത്? ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇപ്പൊ 3 രൂപത്തിലാണ്
മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മളുടെ ജീവിതം നന്നാക്കി എടുക്കാൻ വേണ്ടി കഴിയണം. ഓരോരോ ദിവസവും നമ്മളിലേക്ക് സുബഹിയാവുന്ന സമയത്ത് ഈ ദിവസം പറയത്രേ, മോനെ ഞാൻ നിനക്ക് ഒരു പുതിയ ഒരു ദിവസമാണ്, അതുകൊണ്ട് നീ നല്ല കാര്യങ്ങൾ ചെയ്യണേ എന്ന് ഓരോരോ ദിവസവും പുതുതായിട്ട് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മോട് പറയുന്നുണ്ട് എന്ന് മഹാനവറുകൾ നമ്മോട് പറയാൻ. അതുകൊണ്ട് നമ്മളുടെ ജീവിതം നന്നാക്കുക, അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ ജീവിക്കുക, അള്ളാഹു വെറുക്കപ്പെട്ട മാർഗങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അള്ളാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.